ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന് ധ്വനിപ്പിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന തികച്ചും ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് സീറോ മലബാർ സഭ. കേരളത്തിലെ ക്രിസ്ത്യൻ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർ സർക്കാരിന്റെ തികഞ്ഞ പക്ഷപാതപരമായ നിലപാട് മൂലം ഗൗരവമായ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ കാലത്താണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നതെന്നും സഭാ PRO ഫാദർ ടോം ഓലിക്കരോട് പറഞ്ഞു. സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകളും നിലനിർത്തിയിട്ടുണ്ടെന്ന സത്യവാങ്മൂലം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും സുപ്രീം കോടതിക്കും നൽകിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഉചിതമായില്ല. ഭിന്നശേഷി സംവരണം സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് കത്തോലിക്ക മാനേജ്മെന്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതി വിധി അനുസരിച്ചും സർക്കാരിന്റെ ഉത്തരവ് പ്രകാരവും നിശ്ചിത ശതമാനം ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായി കത്തോലിക്ക മാനേജ്മെന്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മാറ്റിവെച്ച 2022 വരെയുള്ള ഒഴിവുകളിൽ പകുതിയിൽ പോലും അർഹരായിട്ടുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല. 2022-25 കാലയളവിലുണ്ടായ തസ്തികകൾക്ക് ആനുപാതികമായി സൃഷ്ടിക്കപ്പെട്ട ഒഴിവുകൾ നികത്തപ്പെടാതെ അവശേഷിക്കുകയാണ്. പക്ഷേ ആവശ്യത്തിന് ഭിന്നശേഷിക്കാരായ അധ്യാപകർ ലഭ്യമല്ല. വസ്തുത ഇതായിരിക്കെ ഭിന്നശേഷിക്കാരുടെ നിയമനങ്ങൾ പൂർത്തിയാക്കാതെ മറ്റ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്ന ശാഠ്യത്തിന്റെ പിന്നിൽ സർക്കാരിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾ മാത്രമാണുള്ളതെന്നും ഈ യഥാർത്ഥ പ്രശ്നം സർക്കാർ മറച്ചുവെക്കുകയാണെന്നും ഫാദർ ടോം ഓലിക്കരോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു.